നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ റീടെൻഡർ ഏറ്റെടുക്കാൻ 4 കമ്പനികൾ രംഗത്ത്. ആദ്യം കരാർ ഏറ്റെടുത്ത കമ്പനി നിർമ്മാണ പുരോഗതി കൈവരിക്കാത്തതിനാൽ കിഫ്ബി കരാറിൽ നിന്നും കരാറുകാരനെ ഒഴിവാക്കിയിരുന്നു. തുടർന്നാണ് റീടെൻഡർ ക്ഷണിച്ചത്. 2023 ഡിസംബറിൽ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനം ബൈപ്പാസിന്റെ ആരംഭിച്ചെങ്കിലും 2024 ഫെബ്രുവരിയിലാണ് പൂർണ്ണതോതിൽ പണി തുടങ്ങിയത്. ഗുജറാത്ത് കേന്ദ്രമായ ബാക്ക്ബോൺ എന്ന കമ്പനിയായിരുന്നു കരാർ ഏറ്റെടുത്തിരുന്നത്. 2025 ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിയതോടെ കരാറുകാരന് സമയം വീണ്ടും നീട്ടി നൽകി. പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ കരാറുകാരനെതിരെ നടപടിയെടുത്തു. തുടർന്ന് ഈ വർഷം ജൂൺ മാസത്തിൽ നിർമ്മാണം നിലച്ചു. 76.69 കോടി രൂപയ്ക്ക് കിഫ്ബിയിൽ നിന്നും ഭരണാനുമതി ബൈപ്പാസിന് ലഭിച്ചിട്ടുണ്ട്. 24.76 കോടി രൂപയാണ് സ്ഥലമേറ്റെടുക്കലിന് ചെലവായത്. റോഡിനും മേൽപ്പാലം നിർമ്മിക്കുന്നതിനുമായി 26.17 കോടി രൂപയാണ് ആദ്യം കണക്കാക്കിയിരുന്നത്. പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 35.30 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്നും ആരംഭിച്ച് പൂതക്കുഴിയിൽ ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ചെന്നെത്തുന്ന രീതിയിലാണ് ബൈപ്പാസിന്റെ നിർമ്മാണം. ബൈപ്പാസ് ചെന്ന് കയറുന്ന ഭാഗമായ പൂതക്കുഴിയിൽ നിന്നും റോഡ് നിർമ്മാണവും ആരംഭിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും പാറകൾ പൊട്ടിച്ച് നീക്കുകയും മരങ്ങൾ വെട്ടുകയും ചെയ്തിരുന്നു. മേൽപ്പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാത 183 നിന്നും ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെ മേൽപ്പാലം നിർമ്മിച്ച് ടൗൺ ഹാളിന് സമീപത്തുകൂടി ദേശീയപാതയിൽ പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ചെന്നെത്തുന്നതാണ് ബൈപ്പാസ്. റീടെൻഡറിൽ വന്നിരിക്കുന്ന കരാറുകാർ സമർപ്പിച്ചിരിക്കുന്ന ടെക്നിക്കൽ ഫിനാൻഷ്യൽ ബിഡുകൾ പരിശോധിച്ച് ഈ മാസം അവസാനത്തോടെ അർഹരായവർക്ക് സെലക്ഷൻ നോട്ടീസ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.